ഇതാണ് നമ്മൾ റഷീദ്ക്കാടെ മലബാർ ഗാർഡൻസ് കേട്ടോ. മലബാർ അഗ്രികൾച്ചർ ഫാം. മാതൃകാ പ്രദർശന തോട്ടം. അപ്പം ഇങ്ങനെ കുറേ അവാർഡുകളൊക്കെ പുള്ളി കിട്ടിയിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ ഉണ്ട് നല്ല വെരിഗേറ്റഡ് വേറെ കായ്ച്ച് നിൽക്കുന്ന നല്ല സൈസുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാനിപ്പോൾ ഉള്ളതേ നമ്മുടെ റഷീദ്ക്കാടെ മലബാർ ഗാർഡൻസിലാട്ടോ. നമ്മൾ ആ ഒരു പഴത്തോട്ടത്തിലേക്ക് കുറച്ച് ചെടികൾ കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ചെണ്ണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് ബെറി, വെസ്റ്റേൺ ചെറി, കിലോ പേര, അങ്ങനെ ഒരു 5-6 ഐറ്റം നോക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി ഒരു നഴ്സറി ആട്ടോ ഈ ഒരു മലബാർ ഗാർഡന്. ഇഷ്ടംപോലെ വെറൈറ്റി ഈ പഴച്ചെടികളും ഉണ്ട്, എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ആക്സസറീസ്, വളങ്ങൾ, ഫുൾ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് നമ്മൾ ആ ഒരു പഴത്തോട്ടത്തിലേക്കുള്ള എല്ലാ പഴച്ചെടികളും ഇവിടെ തന്നെ കേട്ടോ കളക്ട് ചെയ്യണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കെന്ന് പറയുന്നത് ഇതല്ലേ. ഈ പഴമക്കാർ പഴഞ്ചൊല്ലി ഉണ്ടാക്കുന്ന ഫുള്ള് ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് തോന്നുന്നത്. ഇതാണ് നമ്മുടെ റഷീദ്ക്കാ. റഷീദ്ക്ക, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം തന്നെ. എങ്ങനെയുണ്ട് കച്ചവടം കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, ഉഷാറാണ്. നമ്മളെ ഈ ഏരിയയിൽ വെച്ചിട്ട് അത്യാവശ്യം കളക്ഷനൊക്കെ ഉള്ള ഒരു ഫാമാണ്. നമ്മൾ എത്ര കാലമായി പിന്നെ നഴ്സറി? ഒരു 9 വർഷമായിട്ട്. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് കളക്ട് ചെയ്യാറുള്ളത്. നമുക്ക് എല്ലാ ടൈപ്പ് ചെടികളും ഇവിടെ അവൈലബിൾ ആയിട്ടില്ലേ? ആണല്ലേ, ചെടികളും ചട്ടികളും വളങ്ങളും ഒക്കെ ഉണ്ട്. ആണല്ലേ. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. എല്ലാ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പഴച്ചെടികളുടെ നല്ലൊരു വെറൈറ്റി ഉണ്ട് അല്ലേ? ആണോ, ഓക്കെ. നമുക്ക് ഈ ഓൺലൈൻ ഡെലിവറി അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഉണ്ടോ? അവൈലബിൾ ആയിട്ടുണ്ടോ? വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എന്തായാലും റഷീദ്ക്കാടെ നമ്പർ ഇഷ്ടം പോസ്റ്റിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഇതിലിപ്പേ അരിനെല്ലുണ്ട്, നമ്മളെ ഇരുമ്പാമ്പുളിയൊക്കെ പണ്ട് നമ്മൾ തറവാട്ടിൽ ഉണ്ടായിരുന്നതാണ്. ഇരുമ്പാമ്പുളി, ഞാവല്, വെസ്റ്റേൺ ചെറി, പിന്നെ നമ്മളെ കിലോ പേര, ഇനി ബറാബറ ആ സാധനം ഉണ്ട്. പിന്നെ ഇവിടെ ബ്ലൂബെറി ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ നഴ്സറിയാണിത്. നമ്മുടെ സൂസി ചേച്ചി അപ്പോൾ നമുക്ക് തൈകളാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ റഷീദ്ക്ക, ഇത് റഷീദ്ക്കാടെ ഗിഫ്റ്റ് അല്ലേ? റെഡ് ലേഡിയുടെ പപ്പായ തൈ അടിപൊളിയല്ലേ? അപ്പൊ ഒന്ന് ശരി റഷീദ്ക്ക, കാണാം. ഉഷാറാ. കുടൂറ് വണ്ടി മൊത്തം കാടാണല്ലോ. മറ്റേ പറക്കുന്നളിയിൽ പറയണ പോലെ ഉണ്ടാ പറക്കുന്നളികള്. ഇന്നാള് വരെറ്റേ ഇതേപോലെ മറ്റേ തൃശ്ശൂരിന്ന് വരെ വണ്ടിയിൽ പോയിട്ട് എടുത്തു വരുമ്പോൾ മറ്റേ ഏതോ അമ്മച്ചി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ള് വണ്ടി മൊത്തം ചെടിയല്ലേ. അവിടെ പിന്നെ ഫ്രൂട്ട്സ് എല്ലാ ഐറ്റം ഉണ്ട്. ആണല്ലേ. അവിടെ അതിന് നമ്മളെ ഈ ഒരു ഏരിയയില് കുറെ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് നല്ല രീതിയിൽ പോണൊരു നഴ്സറിയാണ്. ഇതൊക്കെയാണ് നമ്മളെ റഷീദ്ക്കാടെ ആ ഒരു മലബാർ നഴ്സറിയിൽ നമ്മൾ കളക്ട് ചെയ്ത ഫലവൃക്ഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് ബഡ് ചെയ്ത നെല്ലിയാണ്. ഇത് നമ്മൾ ആ കോഴിക്കോടിൻ്റെ ഉള്ളിൽ പ്ലാന്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ മഴയാണ്, വെള്ളം കൂടുതലുണ്ടെങ്കിൽ മാറ്റേണ്ടി വരും. അരിനെല്ലിയുണ്ട്, ഇരുമ്പമ്പുളിയുണ്ട്, വെസ്റ്റേൺ ചെറി ഉണ്ട്. ഇത് കിലോ പേരാണിത്. ഇത് നമ്മളെ ബ്ലൂബെറി അത്യാവശ്യം വലിയ തയ്യാട്ടോ. ഒരു കായ്ച്ച് തുടങ്ങും പെട്ടെന്ന് തന്നെ. ബ്ലൂബെറി, അത് നമ്മളെ റെഡ് ലേഡി പപ്പായുടെ തൈ. ഇത് ബറാബ, ഇത് ബ്ലാക്ക് നാവലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മളാ ഒരു പഴച്ചെടി തോട്ടത്തിലേക്ക് നടണം, അതിൽ കൊണ്ട് വെക്കണം. അപ്പോൾ അതിനൊക്കെ ശേഷം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും, പെപ്പറിൻ്റെയും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയും നമ്മൾ സെറ്റ് ചെയ്ത എല്ലാ ചെടികളും കൂടിയിട്ട് ഒരു കംപ്ലീറ്റ് അപ്ഡേറ്റ് ഞാൻ ഒരുമിച്ച് തരുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഇത് ഫുൾ സെറ്റായതിനു ശേഷം 1 വർഷത്തിന് ശേഷമോ 2 വർഷത്തിന് ശേഷമൊക്കെ ആവും പിന്നെ ഒരു അപ്ഡേറ്റ് വീഡിയോ ഇടുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം കേട്ടോ.